ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തരികയാണ്. പത്മപുരാണത്തിലെ ഭാഗവത മാഹാത്മ്യം വേദവ്യാസ മഹർഷി വർണ്ണിച്ചിട്ടുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവിനെ ശ്രീമദ് ഭാഗവതം ശ്രീശുക മഹർഷി ഉപദേശിക്കാൻ പോകണമെന്ന് ദേവന്മാർ അറിഞ്ഞപ്പോൾ പരീക്ഷിത്ത് രാജാവിനെ രക്ഷിക്കാൻ അമൃതുമായിട്ട് ദേവന്മാർ എത്തി. എന്നാൽ അമൃതിന് പകരം അവർ ശ്രീമദ് ഭാഗവതാണത്രേ ആവശ്യപ്പെട്ടത്. അമൃത് ഭക്ഷിച്ചാൽ ജരയോ വാർദ്ധക്യമോ മരണമോ ഉണ്ടാവില്ല. എന്നാൽ ഭാഗവതത്തിന് മാത്രമേ സായുജ്യം തരാൻ സാധിക്കുള്ളൂ. അതിനാൽ ശുകമഹർഷി ഭാഗവതം കൊടുക്കാതെ ദേവന്മാരെ മടക്കി അയച്ചു. അമൃതിനേക്കാൾ മാഹാത്മ്യം ഏറിയതാണ് ശ്രീമദ് ഭാഗവതം എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. പാമ്പുകടിയേറ്റ് മരിക്കുന്നത് അപമൃത്യുവാണ്. അവർക്ക് സായുജ്യം ലഭിക്കില്ല. എന്നാൽ പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകൻ കടിച്ചു മരിച്ചിട്ടും ഭാഗവത ശ്രവണത്താൽ സായുജ്യം ലഭിച്ചു. ഒരിക്കൽ ബ്രഹ്മാവിനെ ഭാഗവത മാഹാത്മ്യം അറിയണമെന്ന് ആഗ്രഹമുണ്ടായി. ഒരു തുലാസ് കൊണ്ടുവന്ന് ഒരു തട്ടിൽ ഭാഗവതവും മറ്റേ തട്ടിൽ വേദങ്ങള് ഉപനിഷത്തുകള് തുടങ്ങിയ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും വെച്ചു. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിനാണ് ഏറ്റവും കൂടുതൽ തൂക്കം കണ്ടത്. അതിൽ നിന്നും എന്താ മനസ്സിലാക്കാം? എല്ലാ ഗ്രന്ഥങ്ങളിലും ശ്രേഷ്ഠമായതാണ് ശ്രീമദ് ഭാഗവതം എന്ന് ബ്രഹ്മാവിനും മനസ്സിലായിത്രേ. ഒരിക്കൽ നാരദൻ തീർത്ഥാടനം ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമായിട്ട് ഒന്നും കണ്ടില്ല. മനുഷ്യന്മാരെ എല്ലാവരും ധർമാനുഷ്ഠാനങ്ങളെല്ലാം വെടിഞ്ഞ് ധനസമ്പാദനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന സമയമായിരുന്നു. സത്യം, ദയ, ദാനം തുടങ്ങിയവയ്ക്ക് ഒന്നിനും സ്ഥാനം ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കലികാലത്തിൻ്റെ ഈ ദുരവസ്ഥകൾ കണ്ട് നാരദൻ വേഗം വൃന്ദാവനത്തിലേക്ക് പോയി. സുന്ദരിയായ ഒരു സ്ത്രീ വൃദ്ധരും രോഗസ്ഥരുമായ രണ്ടുപേരെ മടിയിലിങ്ങനെ കടത്തിയിട്ട് കരയായിരുന്നു. ശ്രീനാരദൻ കാരണം തിരക്കി. സുന്ദരിയായ സ്ത്രീ ഭക്തിയുടെ ദേവതയാണ്. വൃദ്ധരായ രണ്ടുപേര് ഭക്തിയുടെ പുത്രന്മാരായ ജ്ഞാനവും വൈരാഗ്യവുമാണ്. ജനങ്ങൾ ഉപേക്ഷിക്കുക കാരണം വാസസ്ഥാനം ഇല്ലാണ്ടായിട്ട് വൃദ്ധരായിട്ട് ആരോഗ്യമൊക്കെ നശിച്ചിട്ട് കഷ്ടപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കാരണവും പരിഹാരവും അങ്ങ് ഉപദേശിച്ചു തരണമെന്ന് ഭക്തി നാരദനോട് അപേക്ഷിച്ചുത്രേ. ജ്ഞാനവൈരാഗ്യങ്ങളെ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ ശ്രീനാരദൻ പല മാർഗങ്ങളും പരീക്ഷിച്ചു. വേദങ്ങള്, ഉപനിഷത്തുക്കള്, ഗായത്രി തുടങ്ങിയവ എല്ലാതും അവരുടെ ചെവിയിൽ ഉച്ചത്തിൽ ചൊല്ലാൻ തുടങ്ങി. ഒരു ഫലവും ഉണ്ടായില്ല. തൻ്റെ പ്രയത്നം നിഷ്ഫലമായപ്പോൾ നാരദൻ ഭഗവാനെ നമസ്കരിച്ചു. തൻ്റെ പ്രയത്നം സഫലമാകണം, അതിനായി സൽക്കർമ്മം ചെയ്യണമെന്നും അത് എന്താണെന്ന് സജ്ജനങ്ങൾക്ക് പറഞ്ഞു തരണമെന്നും ഒരശരീരി ഉണ്ടായിത്രേ. നാരദൻ സജ്ജനങ്ങളെ അന്വേഷിച്ച് യാത്രയായി. അവസാനം അദ്ദേഹം ബദരിയിലെത്തി സനൽകുമാരന്മാരെ കണ്ടുമുട്ടി. സൽക്കർമ്മങ്ങൾ അനവധിയുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും എളുപ്പം സാധിക്കാവുന്നതുമാണ് ഭാഗവത പാരായണം. ഭാഗവത പാരായണം കേൾക്കുന്നത് കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം കൈവരുന്നതാണ്. വേദങ്ങൾ കൊണ്ടും ഉപനിഷത്തുക്കൾ കൊണ്ടും സാധിക്കാത്ത കാര്യം ഭാഗവതം കൊണ്ട് എങ്ങനെ സാധിക്കാനാണ് എന്ന് നാരദന് ഭയങ്കര സംശയമായിരുന്നു. അപ്പോൾ പല ഉദാഹരണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സംഗ്രഹമായ ശ്രീമദ് ഭാഗവതം അവയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് സനൽകുമാരന്മാരെ ഉപദേശിച്ചു. ശ്രീമദ് ഭാഗവത പാരായണം ജ്ഞാനയജ്ഞാണ്. അതിൻ്റെ ശ്രവണത്താൽ മനുഷ്യൻ്റെ സകല പാപങ്ങളും നശിക്കും. ഇതെല്ലാം സനകാദികളിൽ നിന്നും കേട്ടപ്പോൾ നാരദന് വളരെ സന്തോഷമായി. ഭാഗവത ശ്രവണം കൊണ്ട് ശ്രീഹരി അവരുടെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിക്കുന്നു. സത്യനിഷ്ഠയോടും ബ്രഹ്മചര്യത്തോടും വേണം ഭാഗവതൻ ശ്രവിക്കേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ തേജസ് ഭാഗവതത്തിൽ സ്ഥാപിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഭാഗവതം. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ശ്രീഹരിയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതിനാൽ അവരെ കലികാല ദോഷങ്ങൾ ഒന്നും ബാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ഭക്തരും ഭാഗവത പാരായണം കേൾക്കുകയോ അല്ലെങ്കിൽ പാരായണം ചെയ്യുകയോ ചെയ്യണം എന്ന് ഈ ഭാഗവത സംഗ്രഹത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.